ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റമദാനൊക്കെ ആവാറായില്ലേ, അപ്പോൾ ഞാൻ നനച്ചുളി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഞാൻ റൂമിൽ നിന്നാണ് തുടങ്ങുന്നത്. നനച്ചുളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ പണികളും 1-2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ബാക്ക് പെയിനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഓരോ ദിവസം ഓരോ ഭാഗം വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂം ഫുള്ളായിട്ട് ഇന്ന് ഞാൻ വൃത്തിയാക്കില്ല. ആദ്യം അലമാരയാണ് വൃത്തിയാക്കുന്നത്, എന്നിട്ട് നാളെയാണ് റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് അധികം ഭാരമില്ലാതെ ക്ലീനിങ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അലമാരയിലുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം ക്ലീനിങ്ങിൽ ഞാൻ ഒരു ജാപ്പനീസ് ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. കോൺമേരി മെത്തേഡ് എന്നാട്ടോ അതിന് പറയുക. ഇതിൽ പറയുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടും ഓർഗനൈസ് ആയിട്ടും ഉണ്ടാവും. ഇതിൽ 3 സ്റ്റെപ്പുകളാണ് കേട്ടോ പറയുന്നത്. 3 കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നതിൻ്റെ മുന്നേതാ ഞാൻ അലമാരയിൽ നിന്ന് ഫുള്ള് സാധനം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ അലമാരയുടെ ഉള്ളിൽ മൊത്തമായിട്ട് ഒന്ന് പൊടി തട്ടിയിട്ട് നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കോൺമേരി മെത്തേഡിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റത്തത് എന്താണെന്ന് വെച്ചാൽ റിമൂവ് അൺവാണ്ടഡ് തിങ്സ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമ്മളിപ്പോൾ അലമാരയാണല്ലോ വൃത്തിയാക്കുന്നത്, അപ്പോൾ അലമാരയിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കാം. അതായത് നമ്മളിപ്പോൾ ചിലതൊക്കെ ചില ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് ഫിറ്റ് അല്ലാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ നമ്മൾ പിന്നീട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറേ ഡ്രസ്സുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ നമ്മളുടെ അലമാരയിൽ ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്നും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുമല്ലോ അലമാരയിലേക്ക്. ആ ഒരു സമയത്ത് നമ്മൾ ഓരോ സാധനവും എടുത്തിട്ട് നോക്കുക, ഇതിൽ ഞാൻ ഒരു 1-2 കൊല്ലത്തിൽ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇനി എനിക്കിത് എന്തെങ്കിലും ഉപയോഗം വരുമോ എന്നുള്ളത് ഒരു 2-3 വട്ടം ആലോചിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളത് എടുത്ത് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കാം കേട്ടോ. ഞാനും ഇതേപോലെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ഡ്രസ്സ് എന്തെങ്കിലും അൾട്ടർ ചെയ്തിട്ട് എൻ്റെ മോക്കോ ഒക്കെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കും. അപ്പം അതിൽ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ചെയ്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് കുറേ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ പ്രാവശ്യം ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അലമാരയുടെ ഉള്ളിൽ മൊത്തം തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലമാര ഒന്ന് നീക്കിയിട്ട് അലമാരയുടെ ബാക്ക് സൈഡിൽ കുറേ പൊടിയും മാറാലയൊക്കെ ഉണ്ട്, അതൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ആക്കണം. കാരണം ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ അലമാര നല്ലോണം ഇങ്ങനെ നീക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പം എപ്പോഴൊന്നും ഈ ഒരു ബാക്ക് സൈഡൊന്നും നമുക്ക് അടിച്ചു വരാനോ പൊടി തട്ടാനോ ഒന്നും കഴിയില്ല കേട്ടോ. അതുകൊണ്ട് നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ആ ഒരു അലമാര നിൽക്കുന്ന ആ ഒരു ഭാഗവും തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അലമാരയുടെ പുറം ഭാഗമൊന്നും ഞാൻ വൃത്തിയാക്കുന്നില്ല. ഈ ഒരു ബാക്ക് സൈഡും മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡും മാത്രമേ ഞാൻ ക്ലീൻ ആക്കണുള്ളൂ കേട്ടോ. കാരണം നാളെ നമ്മൾ റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാനിലെ പൊടിയും ഒക്കെ തട്ടുമ്പോൾ ഈ അലമാരയിലേക്ക് എന്തായാലും പൊടിയാവും. അപ്പോൾ പുറമേ ഒന്നും ഞാൻ തുടയ്ക്കുന്നില്ല, ഉള്ളിലും ഈ ബാക്ക് സൈഡിലും മാത്രമാണ് തുടയ്ക്കുന്നത്. പിന്നെ അലമാര നിൽക്കുന്ന ആ ഒരു ഫ്ലോറും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. കാരണം നമ്മൾ അലമാര തിരിച്ച് അവിടേക്ക് തന്നെ നീക്കി വെക്കണ്ടേ, അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. പിന്നെ കോൺമേരി മെത്തേഡിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണല്ലോ ഉണ്ടാവുക, അതൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവണം കേട്ടോ വെക്കാനായിട്ട്. അതായത് നമ്മൾ ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒരു ഇതിൽ, അതേപോലെ തന്നെ ഇന്നോവേഴ്സ് ഒന്നിൽ, ബെഡ്ഷീറ്റുകൾ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ മെഡിസിൻസ് ഒരു ഭാഗത്ത്, നമ്മളുടെ സ്കിൻ കെയർ ഐറ്റംസ് ഒരു ഷെൽഫിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കിയിട്ട് വെക്കാം. അങ്ങനെ ഓരോരോ സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇന്നത് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലമാരയുടെ ഉള്ളിൽ ഞാൻ ഷീറ്റ് വിരിക്കാൻ നമ്മൾ ബുക്കൊക്കെ പൊതിയുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നതിനെ കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അത് ചീത്തയായി പോവില്ല. അതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ ഞാൻ ഒരു റണ്ണറായിട്ട് വിരിക്കുന്നത്.
ഇങ്ങനെ പേപ്പർ വിരിച്ചതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ തിരിച്ച് വെക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് തുടച്ചിട്ടാണ് വെക്കുന്നത്. അങ്ങനെ തിരിച്ച് വെക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇപ്പം ഞാൻ തിരിച്ച് വെക്കുമ്പോഴാണ് ചില സ്പ്രേ ബോട്ടിലൊക്കെ തീർന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. പിന്നെ അല്ലാത്ത ഇതൊക്കെ നല്ലോണം ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് വെക്കുന്നത്. ഞാനിങ്ങനെ ഓരോന്നും ഓരോ ബോക്സുകളിലാക്കിയിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളത് എപ്പോഴും. അപ്പോൾ അത് ആ ഒരു ബോക്സിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ മെഡിസിൻസൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ചില മെഡിസിൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കുകയാണ്. ബാക്കിയുള്ള മെഡിസിൻസൊക്കെ ഏതാണ് എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം തിരിച്ച് ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ കോൺമേരി മെത്തഡിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കീപ്പ് ഇറ്റ് ഇൻ സെയിം പ്ലേസ് ആണ്. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെക്കുക എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ എടുത്ത സാധനം തിരിച്ച് അവിടെ തന്നെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തതൊക്കെ മാറിപ്പോവും. അങ്ങനെയൊന്നും ആവാതെ എപ്പോഴും വൃത്തിയായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് തന്നെ, അതൊരു ചെറിയ സാധനമാണെന്നുണ്ടെങ്കിലും എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ റൂള്. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പം ഈ പ്രാവശ്യത്തെ ഈ ഒരു റമദാൻ ഡീപ്പ് ക്ലീനിങ്ങിൽ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഏത് ഭാഗമാണ്, ഇപ്പോൾ നമ്മളൊരു ഷെൽഫാണ് വൃത്തിയാക്കുന്നതെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പം അത് തിരിച്ച് അതേ സെയിം പ്ലേസിൽ തന്നെ വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ തിരിച്ച് അലമാരയിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വെക്കുന്നത് ഫുള്ളായിട്ടൊന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈമായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പണി കഴിച്ചതാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഈ ഒരു താഴത്തെ സൈഡിലും, പിന്നെ കാഷ്വൽ വെയർ ആയിട്ടുള്ളത് മുകളിലാണുള്ളത്. ഇങ്ങനെ ഓരോ ബാഗുകളിലായിട്ടാണ് ഞാൻ നമ്മൾ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാറുള്ളത്. അതാകുമ്പോൾ അതിൻ്റെ ഷോള്, ടോപ്പ്, പാൻറ്റ് ഒക്കെ ഒരു സെറ്റായിട്ട് ഈ ഒരു ബാഗിൽ വെക്കാൻ പറ്റും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയി പോവേ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതിൽ ഞാൻ ഈ പാർട്ടി വെയർ ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. കുറേ ആയിട്ട് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറേ ബാഗുകൾ ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ടാഗ് ചെയ്തും കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ കാഷ്വൽ വെയർസ് ആണ്. അതിൻ്റെ ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ കസിന് എനിക്ക് തന്നതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിവാക്കുന്ന ആ ഒരു ബാഗ് എനിക്ക് കൊണ്ടു തന്നതാണ്. അതിലാണ് ഞാൻ കാഷ്വൽ വെയർസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഇതേപോലെ മീഷോന്ന് വാങ്ങിയാൽ മതി. നമ്മൾ ഒരു ടൈം ഇത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സെറ്റിൽ 10 എണ്ണറ്റാണ് തോന്നുന്നുണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് വാങ്ങി വെച്ചാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കുകയും ചെയ്യാം. എപ്പോഴും നമ്മുടെ അൽമാര നല്ല നീറ്റായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള വേ ആണ് നമ്മൾ ഡ്രസ്സുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഡെയിലി വെയറും നമ്മളെപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ എല്ലാം ഞാൻ ബോക്സുകളിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അതായത് ഡെയിലി വെയർ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഒരു ബോക്സിൽ, പിന്നെ പാൻറ്റുകൾ ഒരു ബോക്സിൽ, ഇന്നവേഴ്സ് ഒരു ബോക്സിൽ, ഷോളുകൾ ഒരു ബോക്സിൽ, അങ്ങനെ ഓരോരോ ബോക്സുകളിലായിട്ടാണ് വെക്കാറുള്ളത്. ഈ ബോക്സുകളൊക്കെ ഞാൻ DIY ആയിട്ട് ചെയ്താട്ടോ. കാർഡ്ബോർഡ് ബോക്സിൽ ഞാനിങ്ങനെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ മൊബൈലിൻ്റെ ബോക്സ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ബോക്സൊക്കെ അല്ലേ, അതിലൊക്കെയാണ് ഞാൻ ഈ മെഡിസിൻസും അങ്ങനത്തെ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു ഭാഗം ഓർഗനൈസ് ചെയ്തത്. പിന്നെ അത് ഇപ്പുറത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ അധികം എടുക്കാത്ത ഡ്രസ്സുകളും പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ തണുപ്പത്ത് മാത്രം ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒക്കെ, പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് ക്ലോത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഇതേപോലുള്ള സാരി ബാഗ് ഉണ്ടല്ലോ,
അതിലാണ് വെച്ചിട്ടുള്ളത്. ഈ സാരി ബാഗ് ഞാൻ വാങ്ങിയിട്ട് 4-5 വർഷമായിട്ടോ. ഇത് നല്ല ബാഗാണ്, പക്ഷേ ഇതിൽ സാരി ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എടുക്കാത്ത ഡ്രസ്സുകളൊക്കെ ഓർഗനൈസ് ചെയ്തപോലെ വെക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. കാരണം അതിൽ പൊടിയൊന്നും ആവില്ലല്ലോ നമ്മൾ ഡ്രസ്സ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഞാൻ പഴയ ഷർട്ട് കൊണ്ട് ഞാൻ തന്നെ DIY ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റോറേജ് ബാഗാണ്. അതിലാണ് ഞാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് ബാഗിലാണ്. പിന്നെ ഇന്നലെ ഞാൻ അപ്പുറത്തെ റൂമിൽ മോൾഡ് അലമാരയും വൃത്തിയാക്കിയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, കാരണം കുറേ ടൈമായിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ദിവസം ഞാൻ വാർഡ്രോബ് ക്ലീനിങ് ആണ് ചെയ്തത്. ഇനി നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, എന്നാലേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമുക്ക് റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.